2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അലന്ദിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 6018 വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു എന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഇത് ശരിവെക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കലബുർഗി ജില്ലയിലെ ഒരു സ്വകാര്യ ഡേറ്റാ സെന്ററിൽ നിന്നാണ് ഈ വോട്ട് കവർച്ച നടത്തിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടർമാരുടെ പേരുകൾ ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള വ്യാജ ഫോമുകൾ സമർപ്പിക്കാൻ ഏകദേശം 5 കമ്പ്യൂട്ടർ സെറ്റുകൾ ഉപയോഗിച്ചതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കലബുർഗി മേഖലയിലെ ബിജെപി നേതാക്കളാണ് പ്രധാനമായും ഈ ഡേറ്റാ സെന്ററിനെ സമീപിച്ചത് എന്നാണ് വിവരം. കൂടാതെ കലബുർഗി മേഖലയിലെ മറ്റൊരു നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താൻ ഡേറ്റാ സെന്ററുമായി കരാറിൽ ഒപ്പിട്ടുവെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ വ്യാജ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും 80 രൂപയായിരുന്നു പ്രതിഫലം. കലബുർഗിയിലെ ഒരു അക്കൗണ്ടന്റ് വഴി ഡേറ്റാ സെന്ററിന്റെ നടത്തിപ്പുകാർക്ക് ഫണ്ട് കൈമാറിയതായും SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പിൽ അക്കൗണ്ടന്റ് ഒരു പ്രധാന കണ്ണിയാണെന്നും അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അലന്ദിൽ മാത്രമല്ല മറ്റ് പല നിയോജക മണ്ഡലത്തിലും ഇത്തരം വോട്ട് മോഷണം നടന്നതായും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും ഡേറ്റാ സെന്ററുകളുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് 2023 ഗുൽബർഗ് നോർത്തിൽ നിന്ന് നേരിയ വോട്ടിന് പരാജയപ്പെട്ട BJPയുടെ ചന്ദ്രകാന്ത് പാട്ടീൽ അവകാശപ്പെടുന്നത്.